Hello guys, this is me Gautam and you guys are watching my YouTube channel Dream Rover. ഞാനിപ്പോൾ ഉള്ളത് ബാർസലോണയിലാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ ആയതുകൊണ്ട് ഒരു സുഖം വരുന്നില്ല എടുക്കാൻ. ഞാൻ പൊതുവേ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാറ്. പക്ഷെ ഇതിപ്പോൾ രാവിലെ സമയം 9:30 ആയിട്ടേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ എണീച്ച് ഫ്രഷായി കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു വണ്ടി വിളിച്ചിട്ട് ഡയറക്റ്റായിട്ട് ബാർസലോണ കത്തീഡ്രലിലേക്കാണ് വന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ ഒരു സക്രാഡ ഫാമിലിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചർച്ച് അറിയപ്പെടുന്നത് തന്നെ ലോകത്തേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ അൺഫിനിഷ്ഡ് ചർച്ച് എന്നാണ്. കാരണം എത്ര കഴിഞ്ഞിട്ടും ഇതിൻ്റെ പണി തീരുന്നില്ല എന്നൊരു അങ്ങനെ ഹിസ്റ്ററി പറയാനുള്ളൊരു ചർച്ച അത്. അവിടെ പണി നടക്കുന്നുണ്ട്, ഇവിടെ പണി നടക്കുന്നുണ്ട്, ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച കേട്ടോ അത്. ഗൈസ്, ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണുണ്ടോ ഓൺലൈനിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാനുള്ള ഒരു വകുപ്പില്ല. പുറത്തുനിന്ന് ഈ ഒരു ബ്യൂട്ടി ഇങ്ങനെ കാണുന്നതല്ലാതെ ഭയങ്കര ഇൻഫർമേഷൻ ഉള്ളൊരു അടങ്ങിയൊരു ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ഒരു കത്തീഡ്രൽ തന്നെയാണ് കേട്ടോ ഇത്. ഒരുപാട് കാലങ്ങളായിട്ട് പണിയെടുക്കുന്നതാണ്. കാരണം ആ ഒരു കോർണറിലൊക്കെ നോക്കിയാൽ കാണാം, അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു ഡിസൈനാട്ടോ ഇത്. ഞാനൊരു ചർച്ചിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ശരിക്കൊരു ചർച്ചാണെന്ന് തോന്നുകയില്ല. ഗൈസ്, ഈ ഒരു കത്തീഡ്രലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേന്ന് ഫുള്ള് നടന്നിട്ട് അവിടെയൊക്കെ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ കത്തീഡ്രലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ടൊക്കെയാണ്. ഡ്രൈവർക്കാണെങ്കിൽ സ്പാനിഷ് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞങ്ങളെ കൂട്ടത്തിലൊരു ഫിലിപ്പീനോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടന് അത്യാവശ്യം ഭാഷ അറിയുന്നതിനോട് കുഴപ്പമില്ല. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ആ ടാക്സി കയറിയിട്ട് ടാക്സിന്ന് ഇറങ്ങിയിട്ട് അവർ എൻ്റെ ഒരു ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ട്രീറ്റിൽ കൊണ്ടുപോയി നിർത്തിയേ. അപ്പോൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്, വിചാരിച്ചതിനോട് കൂടുതൽ തിരക്കാണ്. അങ്ങോട്ട് നോക്കാൻ വെച്ചാൽ ഫുള്ള് ആൾക്കാരാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ 3 കൊല്ലം മുമ്പായിരുന്നു. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കോസ്റ്റ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷേ വല്ലാതെ എന്താ പറയുക, എനിക്ക് അങ്ങോട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മുമ്പ് വന്നപ്പോൾ ഞാൻ കണ്ടതിലേക്ക് വെച്ചിട്ട് കോഴിക്കോട് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സിറ്റി ബാർസലോണയാണ്. അന്ന് വന്നപ്പോൾ ഭയങ്കര വൈബ്രൻ്റ് ആയിരുന്നു. ആ സ്ട്രീറ്റിനൊക്കെ ഭയങ്കര എനർജി തന്നെ ആയിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നാമത് രാവിലെ എണീച്ചിട്ട് വന്നോണ്ടാണെന്ന് അറിഞ്ഞൂടാ, ആ ഒരു ബോഡി അങ്ങോട്ട് മൂഡായി വരുന്നില്ല. ഇവിടെ തന്നെ കേട്ടോ ബാർസലോണ സ്റ്റേഡിയം ഉള്ളത്. അപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ആ സ്റ്റേഡിയം കാണാൻ പോയിട്ടുണ്ട്. എനിക്ക് സ്റ്റേഡിയത്തിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം എനിക്കിങ്ങനെ ഹിസ്റ്ററിയും ആൾക്കാരും ഷോപ്പുകളും കൾച്ചറും ഒക്കെ കാണണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ തിരിച്ച് ഈ ഒരു കത്തീഡ്രൽ കാണാനും ഈ ഒരു സിറ്റി കൂടെ ഒക്കെ നടക്കാനൊക്കെ വിചാരിച്ചത്.
ഈ ഒരു ബോസിനെ കണ്ടോ? ഈ ബോസ് മറ്റേ സ്റ്റാച്യു മാതിരി മറ്റേ കുബേരനിൽ ദിലീപ് എന്ന പരിപാടിയില്ലേ, അങ്ങനെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് എല്ലാവരും പ്രിപ്പയർ ആയിക്കൊണ്ട് നിൽക്കുകയെന്ന് തോന്നുന്നു. എനിക്ക് എവിടെയെങ്കിലും പോയാൽ ശരിക്കും പറഞ്ഞാൽ മക്ഡൊണാൾഡ്സിനും KFC എന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ സ്ഥിരം ബേക്കണും എഗ്ഗും ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു മക്ഡൊണാൾഡ്സ് കയറിയിട്ട് ഒരു ബർഗർ അടിക്കുന്നത്. ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സൊക്കെ മക്ഡൊണാൾഡ്സ് അകത്താണല്ലേ. ഞാൻ അങ്ങോട്ട് ഇല്ലയെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ അപ്പുറത്തുള്ള ഷോപ്പിലെ മെനു ഒക്കെ നോക്കിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒന്നും ഒരു അത്രയും കൂടി സുഖമില്ല. ഇവിടെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത സിസ്റ്റം കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കുക പഠിച്ചോനെ? ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ടാട്ടോ. ഞങ്ങൾ അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഷിപ്പിൽ നിന്ന് കാറ് വിളിച്ചിട്ട് ഡയറക്റ്റ് കത്തീഡ്രലിലേക്ക് പോയതുകൊണ്ടാണ് ഈ ഏരിയ കാണാൻ പറ്റാഞ്ഞത്. ഞാനിപ്പോൾ ബസ്സിൽ നിന്ന് ഷട്ടിൽ ബസ് കയറി വരികയാണെങ്കിൽ ഷട്ടിൽ ബസ് ഇതാ ഇവിടെ നിർത്തുക. ഇതാണ് ഏകദേശം സിറ്റിയുടെ സെൻറ്റർ എന്ന് വെച്ചാൽ. സിറ്റിയുടെ സെൻറ്റർ ഞാൻ അവസാനം കാണിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നല്ല നല്ല ബിൽഡിങ്ങും നല്ല നല്ല സ്റ്റാച്യു ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ആ ഒരു സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു. പക്ഷേ ഇതാണ് സിറ്റി സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പൊതുവെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒക്കെ പോയത്. ഗൈസ്, അങ്ങനെ എൻ്റെ ബാഴ്സലോണയിലുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് രാവിലെ എണീച്ച് വന്നതുകൊണ്ട് ബോഡി അങ്ങോട്ട് ആക്റ്റീവായി വരുന്നുള്ളൂ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബോഡി അങ്ങോട്ട് വൈബിലെത്തിയത്. പക്ഷേ എന്ത് ചെയ്യാനാ, തിരിച്ചു പോകാൻ സമയമായി. എൻ്റെ ഇതേപോലത്തെ വീഡിയോസ്, ഞാൻ എൻ്റെ ഷിപ്പ് കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളോട് ഇനിയും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.